الفائزين برضا الله. نويت الاعتكاف في هذا المسجد لله تعالى لأن يطول അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒത്തുകൂടിയ സത്യവിശ്വാസികൾ, കാരുണ്യവാനായ റബ്ബ് നമ്മെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഹിജ്റ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസത്തിലാണ് നമ്മളുള്ളത്. എല്ലാ അർത്ഥത്തിലും മഹത്വമുള്ള ഒരു മാസമാണ് മുഹറം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല മാസം, അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ശഹ്റുല്ലാഹി മുഹറം മാസമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 10. നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ പ്രധാനമായിട്ട് ചരിത്രത്തിൽ കാണാൻ വിശുദ്ധമായ റമദാൻ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് മുഹറം 10ന്റെ നോമ്പായിരുന്നു വളരെ ഗൗരവത്തിലെടുത്തിരുന്നു. എന്നല്ല, കഴിഞ്ഞുപോയ സമുദായങ്ങൾ വരെ വളരെ ആദരവോടെ കണ്ട ദിവസമാണ് മുഹറം 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മുഹറം 10ന്റെ നോമ്പിനെ കുറിച്ച് പറയുന്നു, അഹ്തസിബു അലല്ലാഹ്. ഈ മുഹറം 10ന്റെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ചുരുക്കത്തിൽ നോമ്പനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മുഹറം 10. അതോടൊപ്പം തന്നെ മുഹറം 9ന്റെ നോമ്പും അനുഷ്ഠിക്കൽ പ്രധാനമാണ്. കാരണം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് നന്ദിയായിട്ട് ബനൂ ഇസ്രായേൽ മുഹറം 10ന് നോമ്പനുഷ്ഠിച്ചിരുന്നു. ചരിത്രം നമുക്കറിയാം. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ ബനൂ ഇസ്രായേൽ ആ ദിവസത്തിൽ വളരെ മഹത്വവൽക്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ എന്തേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം വലിയ ശത്രുവിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസത്തിന്റെ നന്ദി സൂചകമായാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങളെക്കാൾ ഏറ്റവും മൂസയോട് ബന്ധപ്പെട്ടവർ ഞാനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. പിന്നീട് യഹൂദികളോട് എതിരാകുന്ന കാര്യം വന്നപ്പോൾ മുഹറം 9ന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ മുഹറം 9ന്റെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ മുമ്പേ വിട പറഞ്ഞു പോയി. അപ്പോൾ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ് മുഹറം 9ന്റെ നോമ്പ്. ചുരുക്കത്തിൽ മുഹറം 9, 10 നോമ്പ് അനുഷ്ഠിക്കൽ പുണ്യമാണ്. നമുക്ക് നമ്മുടെ ഖാദി നിശ്ചയിച്ച പ്രകാരം മുഹറം 9 ഞായറാഴ്ച, മുഹറം 10 തിങ്കളാഴ്ച. ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 10. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരുപാട് നേട്ടങ്ങൾ കഴിഞ്ഞ സമുദായത്തിൽ അമ്പിയാക്കൾ പലപ്പോഴും കേട്ടതാണ്. മഹാനായ അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി അമ്പിയാ മുർസലിങ്ങൾക്ക് വിജയത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു ദിനമാണ് മുഹറം 10. ആ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം നമ്മൾ നൽകിയാൽ മുഹറം 10ന്റെ നോമ്പ് തുറക്കാൻ വേണ്ടി ആ ദിവസത്തിൽ സാധാരണ അപേക്ഷിച്ച് നല്ലൊരു ഭക്ഷണം കുടുംബത്തിന് നൽകിയാൽ അല്ലാഹു ആ വർഷം മുഴുവനും വിശാലത നൽകും, ബറക്കത്ത് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എന്നാൽ ആ ദിവസത്തിൽ തന്നെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വല്ലാത്ത ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ ഒരു ചരിത്രം നിങ്ങൾ ഖുതുബയിൽ കേട്ടു. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഔത്തം പേരക്കിടാവ് മഹാനായ അലി തങ്ങളുടെ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ പൊന്നോമനപുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് മുഹറം 10-നാണ്. ചരിത്രത്തിൽ വല്ലാത്ത സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങൾ ഖുതുബയിൽ കേട്ടു ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെടുമെന്നത് ഒരു പുതുമയല്ല, ഒരു ആപേക്ഷികമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ മണൽത്തരികളിൽ വെച്ച് കൊല്ലപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടുവല്ലോ, മഹ്ദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി തങ്ങൾ എന്റെ വീട്ടിലായിരുന്നു. ആ സമയത്ത് നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ആരും ഈ വീട്ടിലേക്ക് വരാൻ അനുവദിക്കരുത്, കാരണം മുഖർറബുൽ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാരപ്പെട്ട മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്നത്. ഉമ്മു സലമ പിടിച്ചു നിർത്താൻ നോക്കിയപ്പോൾ ഓടി നബി തങ്ങളുടെ മടിയിൽ പോയിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ പിച്ചുകിടാവിനെ കാണിച്ചുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, ഈ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രൻ ഹുസൈൻ കർബല എന്ന് പറയപ്പെടുന്ന ഭൂമിയിൽ കൊല്ലപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ജിബ്രീൽ ഒരു പ്രത്യേകം മണ്ണ് കയ്യിൽ കൊണ്ടുവന്നു. ഖുതുബയിൽ അതൊക്കെ കേട്ടു നിങ്ങൾ. ഒരു തരം മണ്ണ് കയ്യിലുണ്ട്. പറഞ്ഞു, ഹുസൈൻ നിങ്ങളുടെ ഈ പുത്രൻ കൊല്ലപ്പെടുന്നത് കർബല എന്ന് പറയുന്ന ഭൂമിയുടെ മണ്ണാണിത്. റസൂലുള്ളാഹി അതിനെ ചുംബിച്ചു, ചെറിയൊരു പാത്രത്തിൽ സൂക്ഷിച്ചു എന്ന്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്റെ മകൻ ദുഃഖിക്കുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു. ഈ മണ്ണ്, ഈ കുപ്പിയിലുള്ള മണ്ണ് ഒരു നാൾ പകർച്ചയാകും. എന്നാണോ ഈ മണ്ണിലേക്ക് മാറ്റം സംഭവിക്കുന്നത്, അന്ന് ഹുസൈനിന്റെ കൊല നടക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ചുരുക്കത്തിൽ ഈ സംഭവം ഉമ്മു സലമ റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഈ മണ്ണിലേക്ക് മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ ഹിജ്റ 61 മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട പുത്രൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ യസീദ് ഇബ്നു മുആവിയ ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഈ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ബഹുമാനിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ യസീദിനോട് പറഞ്ഞിരുന്നു. പക്ഷേ യസീദ് ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായി ഇസ്ലാമിക മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാതെ ഒരു അധർമ്മത്തിൽ അടിമപ്പെട്ട് ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ. ചുരുക്കത്തിൽ കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കുകയാണ്. മദീനയിൽ നിന്ന് കൂഫയിലേക്ക് യസീദിനെതിരെ ഭരണം നടത്താൻ വേണ്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ചുരുക്കത്തിൽ ആ സമയത്ത് 4000-ഓളം സൈന്യങ്ങളെ തയ്യാർ ചെയ്തിരുന്നു. 72 പേരായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവരെല്ലാം നാമാവിശേഷമാക്കുന്നു, കൊലപ്പെടുത്തുന്നു. 3 ദിവസം വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് ചുരുക്കത്തിൽ ചില ആളുകൾ പേടിച്ചോടുന്നു. അവിടെ ചാച്ചാട്ടമില്ലാതെ പതറാത്ത ചിന്തത്തോടെ സത്യത്തിന് വേണ്ടി, അധർമ്മത്തിന് വേണ്ടി, അനീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏത് പ്രതിസന്ധിക്ക് മുമ്പിലും ആരെതിർത്താലും സത്യത്തിന്റെ പേരിലാണ്. അവിടെ അവസാനമായി പടച്ചതമ്പുരാനോട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവസാന ഭാഗങ്ങൾ ഖുതുബയിൽ കേട്ടു. ഏത് പ്രതിസന്ധി വന്നാലും മദീനയിൽ നിന്ന് കർബലയിലേക്കും കൂഫയിലേക്കും പോകുമ്പോൾ പറയുന്നു, ഞാനൊരു അനിസ്ലാമിക പ്രവർത്തനം ചെയ്യാനല്ല, ഞാനൊരു അനീതിക്ക് വേണ്ടിയല്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട വെല്ലിപ്പം പഠിപ്പിച്ച ദീനിന്റെ ആദർശം യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള സമരത്തിന് വേണ്ടിയാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഒരുപാട് പ്രതിസന്ധി നേരിടുന്നു, ഒറ്റപ്പെടുന്നു, മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ആ സമയത്ത് മനസ്സുണ്ട്. അവിടെ അവസാന ഘട്ടത്തിൽ പറയുന്നു, അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബ. അല്ലാഹുവേ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ ആശ്രയം നീയാണ്. വറജാഇ ഫീ കുല്ലി ശിദ്ദ. ഏത് പ്രതീക്ഷ, ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും നീയാണ് എന്റെ പ്രതീക്ഷ. وأنت لي في كل أمر نزل به ثقة وعزة.
എന്റെ ജീവിതത്തിൽ ഒരുമിച്ച് വന്ന ഈ പ്രതിസന്ധി ഏത് കാര്യത്തിലും എനിക്ക് താങ്ങുകയാണ്. ചുരുക്കത്തിൽ നിന്റെ ദീനിന് വേണ്ടിയാണ്, ഹക്കിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ പടപൊരുതുന്നത്. എനിക്കിതിൽ പ്രശ്നമില്ല. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് അവിടെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെടുത്തുകയാണ്. തലവേറെ ഉടൽ വേറെയാക്കുകയാണ്. വിശാലമാണ് ചരിത്രം. അവിടുത്തെ ശത്രുക്കൾ മുനാഫിഖീങ്ങളായിരുന്നു. എന്നല്ല സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തത്. പക്ഷേ ചില അവസരത്തിൽ വന്ന ആപത്തം കാരണമായിരിക്കാം. ചുരുക്കത്തിൽ നീതിക്ക് വേണ്ടി പടപൊരുതിയിട്ട് തന്റെ രക്തം അവിടെ തലയും ഉടലും വേറെയാകുന്നു. അവർ ദമസ്കസിലേക്ക് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തല ഇവിടെ റാലി പ്രകടനം നടത്തിക്കൊണ്ട് പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ചുരുക്കത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിൽ നാം സങ്കടപ്പെടേണ്ടതില്ല. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സത്യത്തിന് വേണ്ടി ഏത് പ്രതിസന്ധി നേരിട്ടാലും ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ തലമുറ വീണ്ടും വീണ്ടും ഹൃദയത്തെ ധൈര്യം നൽകുന്ന, കാരണം സത്യത്തിന്റെ മേൽ നമ്മുടെ കൂടെ സത്യമുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ധർമ്മമുണ്ടെങ്കിൽ ആരെതിർത്താലും അതിന്റെ ഉറച്ചു നിൽക്കുക. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നീതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ എത്രത്തോളം പോകാൻ തയ്യാറാകണമെന്നാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, യുവാക്കളുടെ നേതാവാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മനസ്സാക്ഷിയോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും, എത്ര തന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാലും സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുക. ഇസ്ലാമിന്റെ പാത വേദനാജനകമാണ്. പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാൻ എന്ത് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും പതറാതെ ആവേശത്തോടെ ഈമാനാകുന്ന കരുത്തേറെ മുന്നേറണമെന്നാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കൊല, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, ഈ കടൽ കയ്യിൽ പിടിക്കും പോലെ ഇസ്ലാമിക ആശയ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഒരുപക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഒരുപക്ഷേ താൽക്കാലികമായി പരാജയം ഉണ്ടായാലും എന്നും അല്ലാഹുവിന്റെ അടുക്കൽ വിജയമുണ്ടാകും. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർബലയുടെ രക്തം ആ മണൽത്തരികളിൽ, ആ ഭൂമിയിൽ കൊല ചെയ്യപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ പൂച്ചക്കാടിന്റെ മിമ്പറിൽ മിഹ്റാബിൽ എന്നും സ്മരിക്കപ്പെടാൻ കാരണം ഹക്കിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി തന്റെ ശരീരം സമർപ്പിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായി കണ്ട് നന്മയുടെ ആളുകളിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വന്നുപോയ പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.